പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും പുറത്തൂരിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് ആദ്യഘട്ടത്തിൽ ഊന്നൽ നൽകുമെന്നും പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജസ്ന ബാനു നിളാവിഷനോട് പറഞ്ഞു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ ഭരണത്തിൽ നിന്നും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് UDFിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ പ്രധാനമായിട്ടും പുറത്തൂർ പഞ്ചായത്തിലെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുള്ളത് കുടിവെള്ളമാണ്. അപ്പോൾ അത് നല്ലൊരു രീതിയിലൊരു പഠനം നടത്തി അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭരണസമിതി തീർച്ചയായിട്ടും ശ്രമിക്കും. അതിന് കൂട്ടായിട്ടുള്ള എല്ലാവരുടെയും ഒരു സഹകരണത്തോട് കൂടിയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗതം വളരെ ഈ പുറത്തൂർ പഞ്ചായത്തിലെ ഭൂരിഭാഗം റോഡുകളും തകർന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതും തകർന്ന എല്ലാ റോഡുകളും നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഈ ഭരണസമിതിയിൽ ഫസ്റ്റായിട്ട് ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ്. എങ്ങനെ ഏത് പ്രായത്തിലായാലും നമ്മളെ ഏൽപ്പിച്ച ജോലി നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. തീർച്ചയായും എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ജോലി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതിന് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. ടീച്ചറായിട്ടുണ്ടെങ്കിലും എല്ലാവരും കൂടെ ഉള്ള കാരണം ടെൻഷൻ ഇല്ല. എന്തൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിലും കൂടെ ആളുള്ളത് കൊണ്ട് ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം LDFിൽ നിന്ന് പിടിച്ചെടുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ് നിളാവിഷന് നൽകിയ അഭിമുഖത്തിലാണ് പുറത്തൂരിന്റെ സമഗ്ര കുടിവെള്ള പദ്ധതിയും പുറത്തൂരിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയും പരിഹരിക്കുമെന്ന് ജസ്ന ബാനു പറഞ്ഞത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. UDFിൽ നിന്ന് ജസ്ന ബാനുവും LDFിൽ നിന്ന് അനിത മണ്ഡകത്തിലുമാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ജസ്ന ബാനുവിന് 11 വോട്ടും അനിത മണ്ഡകത്തിലിന് 9 വോട്ടും ലഭിച്ചു. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ നിന്ന് UDF സാരഥിയായാണ് ജസ്ന ബാനു പഞ്ചായത്തിൽ എത്തിയിട്ടുള്ളത്. നിളാവിഷൻ, പുറത്തൂർ.